കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്വഭാവത്തിൽ സമസ്ത സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്, ജീവിതത്തിൽ സമസ്ത സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ആരാധനയിൽ മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ മുസ്ലിമാന്റെ ജീവിത സ്വഭാവങ്ങളുടെ ആകമാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാ. ഈ ഉമ്മത്ത്, കേരളീയ മുസ്ലിം ഉമ്മത്ത്, പാണക്കാട് തങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള നായകന്മാർ നേതൃത്വം പറയുമ്പോ അനുസരിക്കണമെന്നത് ഈ ഉമ്മത്തിനെ കൃത്യമായി പഠിപ്പിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ സയ്യിദുമാർക്ക് കൃത്യമായ പ്രതീക്ഷ കൊടുത്തു എന്നതോടൊപ്പം അവർ പറയുന്നത് അംഗീകരിക്കണമെന്നും അവരുടെ വാക്കിന് വില കൽപ്പിക്കണമെന്നും കൃത്യമായി ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി. ഈ ഒരു അന്തരീക്ഷം മറ്റിടങ്ങളിലില്ലാത്ത വിധം ഏറ്റവും ശോഭനമായി കേരളീയ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടത് ഒന്നാം ശരീഅത്ത് സംവാദകാലം. ആ ശരീഅത്ത് സംവാദകാലം ലോകം കണ്ട പണ്ഡിതനാണല്ലോ, വിശ്രുത പണ്ഡിതനാണല്ലോ അലിമിയാൻ അബുൽ ഹസൻ അൽ നദ്വി. അദ്ദേഹം ഇങ്ങോട്ട് വണ്ടി കയറി. എന്തേ വണ്ടി കയറാൻ കാരണം? ഇവിടത്തെ ജനതയിലെ ഒരു പ്രതീക്ഷ, ഇവിടത്തെ നേതൃത്വത്തിൽ ഒരു പ്രതീക്ഷ, ഇവിടത്തെ പണ്ഡിത സഭയിലെ പ്രതീക്ഷ. ഈ പണ്ഡിത സഭ പറയുമ്പോ അത് ഈ ജനങ്ങൾ ഉൾക്കൊള്ളും, ഈ ജനങ്ങൾ സ്വീകരിക്കുമെന്ന ഏറ്റവും വലിയ അഭിലാഷത്തോടെയാണ് അബുൽ ഹസൻ അലി നദ്വി ഇങ്ങോട്ട് വണ്ടി കയറിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ശോഭനമായ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മളെ കുറിച്ച് മറ്റുള്ളവർ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ ചെയ്യുന്ന ഏറ്റവും ശോഭനമായ, പ്രഫുല്ല സുന്ദരമായ, പ്രതാപപൂർണമായ ഈ ഒരു അവസ്ഥാവിശേഷമുണ്ടല്ലോ. രാഷ്ട്രീയ പ്രമുഖന്മാർ ഒരുപാടുണ്ടല്ലോ. സേട്ട് സാഹിബിന്റെ ബാംഗ്ലൂരിലുണ്ടോ? ജനിച്ചതും ജീവിച്ചതും കർമ്മമണ്ഡലം ഒരു പക്ഷേ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മരണപ്പെട്ട് കിടക്കുന്നത് ബാംഗ്ലൂരിലാണല്ലോ. കർണാടകയിൽ പോലുമുണ്ടോ ഇവിടത്തെ പോലുള്ള ഒരു അവസ്ഥാവിശേഷം? പോവട്ടെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്കാലവും വലിയ ആത്മാഭിമാനം പോലെ ഏറ്റവും വലിയ പ്രൗഢമായ, ഏറ്റവും വലിയ മാതൃക സൃഷ്ടിച്ച് കടന്നുപോയ മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്ന വലിയ മനുഷ്യൻ ജീവിച്ചത്, വലിയ മനുഷ്യന് അദ്ദേഹത്തിന്റെ ജന്മവും ജീവിതവും തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ എന്തേ ഇങ്ങനൊരു അവസ്ഥാവിശേഷമില്ലല്ലോ, ഇങ്ങനൊരു സാഹചര്യമില്ലല്ലോ. ബനാത്തുവാലയുടെ നാട്ടിലുണ്ടോ ഈ ഒരു മാതൃക? ഇത് രാഷ്ട്രീയമായ ലീഡർഷിപ്പിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നേതൃത്വമുള്ള, വ്യത്യസ്തമായ നേതൃത്വമുള്ള ഇടങ്ങളിൽ ഇല്ല എന്ന് സ്ഥിരീകരിക്കുമ്പോ എവിടെയുണ്ട് ഈ മാതൃക? മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്ത്യവിശ്രമം കൊള്ളുന്ന രാജസ്ഥാനിലുണ്ടോ? എത്ര വലിയ മഹാന്മാര്, മഹാനായ സദഖത്തുല്ലാഹിൽ കാഗിരിയും ഉമർ വലിയുല്ലാഹിൽ കാഗിരിയും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന തമിഴ്നാട്ടിലെ കായൽ പട്ടണമുണ്ടല്ലോ. കാഹിറാഫത്തൻ എന്ന ആ നാടാണ് മഴബർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ നാട്ടിൽ നിന്നാണ് കൊച്ചിയിലേക്കും പൊന്നാനിയിലേക്കും ഒക്കെ മഹ്ദൂം പണ്ഡിതന്മാർ കടന്നു വന്നെന്ന് പറയുമ്പോ ആ നാട്ടിൽ പോലും ഇങ്ങനൊരു അഭിമാനകരമായ അവസ്ഥാവിശേഷം ഇല്ലാത്തത് പറയുമ്പോ ഇവിടെ എന്തുകൊണ്ട് ഉണ്ടായി എന്ന ചോദ്യം മനസ്സിലുയരുമ്പോ ഒരേ ഒരു ഉത്തരമാണ്. ആ ഒരു ഉത്തരത്തിന് കൃത്യമായി അഭിമാനകരമായ ഒരു നൂറ്റാണ്ടിന്റെ ഏറ്റവും ഹൃദ്യമായ പ്രയാണം നടന്നുകൊണ്ടിരിക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടിലേക്ക് അഭിമാനകരമായ പ്രയാണം നടത്തുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളനം വെച്ചുകൂട്ടിയതിന്റെ, ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയം ഏറ്റവും അഭിമാനകരമായി ചേർത്ത് പിടിക്കണം. സമസ്ത എന്നത് ഒരു മത സംവിധാനമാണ്. സമസ്ത എന്നത് ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, മുസൽമാന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. സമസ്ത എന്നത് അതൊരിക്കലും കേവലം എപ്പോഴെങ്കിലും കയറി വരുന്ന ഒരു കാര്യമല്ല. എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകുന്ന, ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ ജീവിതത്തിന്റെ, വിശ്വാസത്തിന്റെ, ആവേശകരമായ നമ്മുടെ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു സമസ്തക്കാരനാണ്, ഞാനൊരു മുസൽമാനാണ് എന്ന് അഭിമാനത്തോടെ, ഹൃദയ വികാരത്തോടെ പ്രഖ്യാപിക്കുന്ന ആ ഒരു കൃത്യമായ ആത്മീയമായ ഊർജമുണ്ടല്ലോ, അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. അത് മഹാനായ വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയത്തങ്ങൾ അസ്ഥിവാരമിട്ട് പാങ്ങലഹദ് മുതുകുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി, മഹാനായ റഷീദുദ്ദീൻ മുസ്ലിയാരും മഹാനായ മൂസ മുസ്ലിയാരും അതുപോലെ തന്നെ പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരും വാളക്കുളം ഉസ്താദും അതുപോലെ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും മഹാനായ വരങ്ങളും പൂക്കോയത്തങ്ങളും ഒരുപാട് സയ്യിദുമാർ ബാഫഖ് തങ്ങൾ എന്ന് പറയുമ്പോ മഹാനായ ബാഫഖ് തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഇടക്ക് കയറി വന്ന ഒരാളൊന്നല്ല. ബാഫഖ് തങ്ങൾക്ക് ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ, പിച്ചവെക്കുന്ന കാലം മുതൽ തന്നെ ബാഫഖ് തങ്ങൾക്ക് സമസ്ത കൃത്യമായ പരിചയമുള്ളതാ, ഉമ്മയുടെ വീട് പോലെ. കാരണം അമ്മാവനായിരുന്നു വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമസ്തയെ ഏറ്റവും ആവേശകരമായി ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് പിടിച്ച് നമ്മുടെ നാടുകളിലേക്ക്, യൂണിറ്റുകളിലേക്ക്, നമ്മുടെ ശാഖാതലങ്ങളിലേക്ക് ഇതിന്റെ സന്ദേശം അഭിവന്ദരായ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അഭിവന്ദരായ ആലുകുട്ടി ഉസ്താദും നമ്മുടെ നേതാക്കന്മാർ നമുക്ക് നിർദ്ദേശം നൽകുമ്പോൾ അത് കൃത്യമായി ശിരസാവഹിച്ചുകൊണ്ട് അത് ഏറ്റെടുത്ത് എത്തിക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം നമ്മളാണ് നിർവഹിക്കേണ്ടത്.